ദീപി ഒരു പത്രമാണ്. ആ പത്രം വായിക്കുന്നു വട്ട്. അതിപ്പോൾ ഞാനും എന്നും വായിക്കുന്നുണ്ട്. ചരമം അറിയാൻ വേണ്ടി അത് പറ്റുള്ളൂ. ചരമ വാർത്ത. ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ? 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പറക്കാത്തവന്മാരാ ദീപി നടത്തുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറയാം, ഒരു ഇലക്ഷന് 3 മുന്നണി സ്ഥാനാർത്ഥി, 2 മുന്നണി സ്ഥാനാർത്ഥി പടവും, 3ാമത്തെ മുന്നണി സ്ഥാനാർത്ഥി കൊണ്ട് പറയാനുള്ള മര്യാദ കാണിക്കണേ ഇവന്മാർ. തന്തയ്ക്ക് പറക്കാത്തവരും നിയമനെ പറ്റി, ദീപിയെ പറ്റി വൃത്തികെട്ടവന്മാർ. ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. ദൈവം അനുകരിച്ച് നിയമസഭയിലും ഈ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയും. സഭയുടെ ആശങ്കകളാണ് പലപ്പോഴും പത്രത്തിലൂടെ, ദീപിക പത്രത്തിലൂടെ എഡിറ്റോറിയലായിട്ടൊക്കെ വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ആശങ്ക എന്താ? കേന്ദ്രത്തെ ഗവൺമെന്റ് നിയമത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് ഇവന്മാരെല്ലാം കൂടെ പോയി സംസാരിച്ചല്ലോ കേന്ദ്ര ഗവൺമെന്റുമായിട്ട്. അവിടെ ആശങ്കയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് വൃത്തിയോട് പറയുക. ഇലക്ഷൻ പറഞ്ഞു രാഷ്ട്രീയം. അതെ മിനിങ്ങാന്ന്. BJPക്കല്ല, UDF വോട്ട് ചെയ്യണമെന്നു പച്ചയ്ക്ക് അങ്ങ് പറയില്ല. മോശമല്ല പറച്ചിലൊക്കെ. സഭയോട് സഭ നമ്മുടേതാ. മെത്രാന്മാരാണോ സഭ? നിങ്ങൾ ആര് പറയും സഭ മെത്രാന്മാരാ സഭയെന്ന്? സഭയെ മെത്രാന്മാരുമായിട്ടല്ലായിരുന്നു. സഭയിലെ അതായത് ഇപ്പോൾ ഒരു പട്ടം കിട്ടിയാൽ ആൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനെ ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഇവന്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന കണ്ട് കുമ്പസാരിക്കുക മാത്രമല്ല, കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനായിരുന്നു. ആ ഞാനാ പറയുന്ന ഈ മെത്രാൻ കഴിക്കുന്ന പൂക്കൃത്തരാന്ന്. മനസ്സിലായില്ലേ? പറയാതിരിക്കാൻ പറ്റും. എനിക്കൊരു ചുക്കും പറ്റിയില്ല. അയാൾ പറഞ്ഞപ്പോൾ ഷെവലിയർ VC സെബാസ്റ്റ്യൻ അങ്ങനെ വിളിച്ച സിസ്റ്റേഴ്സ് പറഞ്ഞു, ആ മെത്രാൻ അങ്ങനെ മൂളത്തരം പറയും, നിങ്ങളത് കേൾക്കണ്ടെന്ന്. അപ്പോൾ തീർന്നു. രണ്ട് കുന്തം. ഈ ഒരു വേണ്ട ചോദ്യം ചോദിക്കുകയാണ് ഒരു പത്രക്കാരൻ. ഞാൻ ജയിക്കുന്ന പിന്നെ എങ്ങനെ? ഞാൻ ജയിക്കും, സംശയമൊന്നും വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.